അപ്പം മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയുടെ യാത്ര തുടരുകയാണ്. വിനീത്, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ബൽറാം, നമ്മളിപ്പോൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കിഴക്കേക്കോട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് കടക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഒപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഡൽഹിയെക്കാളും കേരളത്തിൽ വന്നപ്പോൾ, തിരുവനന്തപുരത്ത് വന്നപ്പോൾ ചൂട് കൂടുകയാണല്ലേ? അതെ, ഡൽഹിയിലെ ചൂട് കുറച്ചും കൂടി ഡ്രൈ ആയ ഒരു ചൂടാണ്. ഇവിടെ നന്നായി വേർക്കുന്നുമുണ്ട്. അത് തന്നെയാണ് വ്യത്യാസം. അതിൻ്റെ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പും വളരെ ശക്തമായ ചൂടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് പിടിക്കുന്നു, ഒപ്പം തന്നെ കാലാവസ്ഥയും ചൂട് പിടിക്കുകയാണ്. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസിന്റെ യാത്ര, സവാരിഗിരിയുടെ യാത്ര, അതും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്കിനി കിഴക്കേക്കോട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു ചൂട് എല്ലാം ഒന്ന് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. അതെ, അപ്പം സവാരിഗിരി അല്ലേ? സവാരിഗിരി. ചേച്ചി, എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂട് കൂടുകയാണ്. നല്ല ചൂടുണ്ട്, നിക്കാൻ വയ്യ. ഏതാണ്ട് ഇത്ര നേരം അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തത്. അതിനായിട്ട് ആളും ഇല്ല. തോർത്തിനൊക്കെ കച്ചവടം കൂടുന്നുണ്ട് തോന്നുന്നല്ലേ? തോർത്തില്ല, ആളെ വരുന്നില്ല ഇപ്പം. ഇലക്ഷൻ എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ കാലം ചൂട് എല്ലാം ചേർത്ത് തോർത്തിന് നല്ല കച്ചവടമായിരിക്കില്ലേ? തോർത്തെല്ലാം സാധനം വിലയും കൂടി, കസ്റ്റമർ മൊത്തത്തിൽ കുറവ്. വെയിലായോണ്ട് ആരും വരുന്നില്ല. അല്ലെങ്കിൽ ശനി ഞായർ എന്ന് പറഞ്ഞാൽ സ്കൂൾ ലീവായോണ്ട്, ഗവൺമെന്റ് ലീവായോണ്ട് ഫുള്ള് ആള് വിറക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ആര് വരണം എന്ന് ആഗ്രഹം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഒന്നും മിണ്ടരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇത് ഓരോന്നും ഓരോ റേറ്റിൽ വരുന്നു. കഴിഞ്ഞോ ചേച്ചി? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? നന്നായിട്ടുണ്ട്. ചൂടായതുകൊണ്ടായിരിക്കും തോർത്തൊക്കെ. നാളെ ആയോ കരിക്കകത്ത് പൊങ്കാലയല്ലേ? ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് തിരുവനന്തപുരംകാർക്കുള്ള ഒരു വലിയൊരു ആഘോഷം. അതെ അതെ. ഇപ്പൊ അവിടെ മോള് ലീവിന് വന്നിട്ടുണ്ട്. അപ്പൊ അവളെയും കൊണ്ടൊന്ന് പോവാന്ന് വിചാരിച്ച്. ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളി. മോൾക്ക് ഓട്ടോക്കെ ഉണ്ടോ? ആദ്യത്തെ ഓട്ടാണ്, കന്നി ഓട്ടാണ്. അപ്പൊ അതെ, ഒരു കന്നി ഓട്ടറെ പരിചയപ്പെട്ടു. ആർക്കാ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എങ്ങനെയാ ഒരു ജെൻസി വോട്ടാണ്? എങ്ങനെയാ മൊത്തത്തിലൊരു വിലയിരുത്തൽ? എങ്ങനെയാ? മാറ്റം വേണോ അതോ നിലവിൽ ഇങ്ങനെ പോയാ മതിയോ? മാറ്റം വേണം. മാറ്റം വേണം. അപ്പൊ മാറ്റത്തിനാണ് വോട്ടെന്നാണ് പറയുന്നത്. ഇത് തന്നെ കാണിച്ചാൽ മതി. മാറ്റത്തിന്റെ വലിയൊരു സംഭവം. ഈ തിരക്ക്, യാത്രാ ക്ലേശം കണ്ടില്ലേ? ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി പാർക്ക് ചെയ്യാനും ഈ പോകാനും. വണ്ടികൾ കണ്ടില്ലേ? ഭയങ്കര ബ്ലോക്കായി. സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോ ഈ ആവശ്യങ്ങളൊക്കെ പറയാറുണ്ടോ? സ്ഥാനാർത്ഥികൾ വരുന്നില്ലല്ലോ. വോട്ട് ചോദിക്കാനേ വന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. അവർ മെസ്സേജ് ഇടുകയല്ലേ ഫോണിൽ കൂടി. ആവശ്യം കഴിഞ്ഞിട്ട് അവര് പോവേയില്ലേ? നമ്മളെ പാവങ്ങളെ ഇതവര് നോക്കയില്ലല്ലോ. അവര് ആവശ്യത്തിന് വരുന്നു. അവര് പറഞ്ഞ സമയം മാത്രം റോഡ് എത്ര ഇത് കുണ്ടും കുഴിയാ കിടന്നാലും അതിന് അപ്പോഴത്തേക്ക് അവര് പറഞ്ഞ ആ ലെവല് മാത്രം അവർ ക്ലിയർ ചെയ്തിട്ട് അവർ സേഫ്റ്റി ആയിട്ട് അവരെ സേഫ്റ്റി നോക്കിയിട്ട് അവർ പോകണം. അവർക്ക് മാത്രമേ പാതുകാപ്പുള്ളൂ. ജനങ്ങൾക്ക് എന്തോന്നാണ് പാതുകാപ്പ് തരണേ? നമുക്ക് പാതുകാപ്പ് തന്നാൽ നമ്മൾ ഇങ്ങനെ വന്ന് നിന്ന് ഈ വെയിലത്ത് നിന്ന് കരിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ വോട്ട് ചോദിച്ചു വരുമ്പോ ഇക്കാര്യം പറയുന്നതാണ്. വോട്ട് ചോദിച്ചു വരുമ്പോ ചോദിക്കാൻ പറഞ്ഞവരടുത്ത് നമ്മൾ പറയെ തന്നെ ചെയ്യണം. അപ്പോഴത്തേക്ക് അവർ ഇലക്ഷൻ സമയമല്ലേ, എല്ലാം ശരിയാവും, ശരിയാക്കാം. അപ്പോഴത്തേക്കുള്ള ഇത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഒരു ഇതും കൊണ്ട് ഇതിലൊക്കെ ഉള്ള ഒരു പ്രതികരണമായിരിക്കും ഇത്തവണത്തെ വോട്ട്. ശരി. അങ്ങനെ പ്രതീക്ഷിക്കാം. അതല്ലേ ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ തോർത്തേച്ചിടക്കാരാണ്. ഞാൻ ഇവിടെ 16 പേരുണ്ട്. ഞങ്ങൾ 2 വർഷം. എങ്ങനെ കച്ചവടം ഉണ്ടോ? കച്ചവടം ഇല്ല, വളരെ മോശം. നല്ല ചൂടായിട്ട് തോർത്തൊക്കെ ചെലവാണ്ടല്ലേ? ചെലവാകും കുറവ്. സീസൺ വരുമ്പോഴേ കച്ചവടം ഉള്ളു. അല്ലെങ്കിൽ വന്നും പോകുന്നവര് വാങ്ങിച്ചോണ്ട് പോകും. അല്ലാതെ വലിയ കച്ചവടം സീസൺ ഈ പൊങ്കാല, ഓണം, സ്കൂൾ ടൈം, പിന്നെ ഈസ്റ്റർ, ക്രിസ്മസ്, ഇപ്പൊ എല്ലാവരുടെയും സീസൺ ആണല്ലോ. സീസൺ അങ്ങനെ വന്നതേ. അവര് ചോദിക്കുന്നത് എപ്പോഴും ഞങ്ങൾ തോർത്ത് വാങ്ങിക്കാൻ പറ്റുന്ന. യുദ്ധം ബാധിച്ചു ചേച്ചി? ഇപ്പൊ അവിടെ വല്ല ബാധിച്ചത് ജനങ്ങൾ. യുദ്ധം നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇലക്ഷൻ യുദ്ധവും പിന്നെ മനുഷ്യരുടെ യുദ്ധവും സഹികെട്ട ഒരു യുദ്ധമാണ് ഇവിടുത്തെ. ഇലക്ഷൻ എന്താ ചേച്ചി പറയാനുള്ള? തെരഞ്ഞെടുപ്പ് എന്റെ അഭിപ്രായത്തില് 3ാം പിണറായി വിജയൻ സർക്കാർ വരണം. ഉറപ്പിച്ച് ഞാൻ സിന്ദാബാദ്. ഞാൻ പച്ചയായിട്ട് വിളിച്ചാൽ ഞാൻ ഓർമ്മ വെച്ച കാലം പോലെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. എന്റെ മരണകാലം, എന്റെ അപ്പന്റെ ആയുസ് അറുന്നകാലം വരെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. സർക്കാർ വരണം. അമ്മമാര്, അപ്പമാർ, സഹോദരങ്ങൾ ഇന്ന് ജീവിക്കുന്ന സർക്കാരിന്റെ ഒരുപാട് പേര് സഹായമുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ പാർട്ടി തന്നെ വരണം. എന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് ജീവിക്കണം. അമ്മമാര്, അപ്പന്മാര് അന്നത്തെ 60 രൂപ പെൻഷനോടെ ഇന്ന് 2000 രൂപ വരെ പെൻഷനാക്കിയ സർക്കാരാണ്. കാരണം ഇന്ന് ഉറപ്പ്. എന്താ പറയാനുള്ള? ഞങ്ങൾ ഇവിടെ ഇരുത്തിയ സർക്കാരാണ്. മാറ്റാൻ പറ്റും.
ഓക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ സമ്മതിക്കൂല വേറെ ആരും. ഞങ്ങൾ ജീവിക്കുന്നത് ഇതിലാണ് മക്കളെ. ആ ഒരു വലിയ ഒരു നന്മ അദ്ദേഹം ചെയ്തു തന്നു. ഓട്ടിക്കാൻ വേണ്ടി കുറച്ച് വോട്ടാണ് അപ്പോ. വളരെ ശക്തമായിട്ടുള്ള അതെ 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 അഭിപ്രായമാണല്ലേ ഇത്രയും അവരുടെ? ശക്തമായിട്ട് വൈകാരികമായിട്ടൊക്കെ വേണ്ടി പഠിച്ച പിണറായി സർക്കാരിന്റെ ഭരണം വരണം. 125 വോട്ടും ഞങ്ങള് തുടർ ഭരണത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പം വളരെ ശക്തമായ അഭിപ്രായങ്ങളുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്, ഈ ഒരു മൂന്നാം സർക്കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതെല്ലാം ചേർന്നാണ് പൊതുജനങ്ങൾ. അതിന്റെ എല്ലാം ഒരു സാമ്പിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇവർക്ക് എന്തോ പറയാനുണ്ടോ ഒന്നോ? എന്തെങ്കിലും പറയാനുണ്ടോ? വോട്ടുണ്ടോ? 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 ഇത്തവണ വോട്ടുണ്ടോ? അല്ല. അപ്പം എങ്ങനെയാണ് ഇലക്ഷൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജെൻസി ഒക്കെയാണ്, പറയൂ, എന്താണ് പറയേണ്ടത് അറിയണം. മറ്റേ സ്റ്റഡീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇപ്പൊ കാര്യമായിട്ടൊന്നും പറയാൻ. കൂട്ടുകാരൊക്കെ ആയിട്ട് ഞായറാഴ്ച ഇറങ്ങിയതാണ്. അപ്പൊ ഈ ഇലക്ഷൻ ഭയങ്കര ചൂട് പിടിച്ചിട്ടും അതിലൊരു അഭിപ്രായം ഇല്ല എന്നാണോ? അങ്ങനെയല്ല, എന്തായാലും കൂട്ടുകാരെയാണോ ഈ തിരിഞ്ഞ് അതെ LDF-ന് വോട്ട് ചെയ്യും. അങ്ങനെ ചെയ്യണമെങ്കിൽ LDF-ന് വോട്ട് ചെയ്യും. LDF വരണം എന്നാണ്. അതെ വരണതാണ്. കൂട്ടുകാരി കുറച്ച് നാണക്കാരിയാ, പറയുന്നില്ല ആർക്കാ വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്നില്ല. നാട്ടിലുണ്ടാവില്ല. അല്ല, ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് പോകുന്നില്ല. പക്ഷെ എന്നാലും ഒരു വോട്ട് കളയരുത്, അത് ഉറപ്പാക്കണം അല്ലെ? അതെ, അതിനല്ലേ ഇത്രയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പാർട്ടികൾ എല്ലാരും പ്രചരണം നടത്തുന്നത്. കച്ചവടമൊക്കെ എല്ലാം ഉഷാറാണ്, എന്നാൽ പോലും പതിവ് കച്ചവടം നടക്കുന്നില്ല എന്നാണ് എല്ലാരും പറയുന്നത്. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പൊ നമുക്ക് യാത്ര ഇങ്ങനെ തുടരാം അല്ലേ? തുടരാം ഉറപ്പാ. നമ്മുടെ റൈഡ് അങ്ങ് തുടരാണ്. ഈ ആളുകളല്ലേ പറയേണ്ടത് എങ്ങനെയായിരിക്കും കേരളത്തിന്റെ അടുത്ത ദിശ എന്നുള്ളത്. അത് അറിഞ്ഞറിഞ്ഞ് നമുക്ക് ഇങ്ങനെ പോവാം. സവാരി ഗിരിഗിരി. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.